ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ശിവാനി ഇവിടുന്ന് പോകുന്നത് എങ്ങോട്ടാന്നല്ല, രാവിലെ തന്നെയാണ് ഇറങ്ങിയത് കേട്ടോ. അതായത് അമ്പലത്തിൽ പോവാ. പ്രത്യേകിച്ചൊന്നും ഇല്ല, ഒരു തോന്നല് തോന്നി അങ്ങ് പുറപ്പെട്ടു. അങ്ങനെ നമ്മൾ പോകുന്നത് മൈലാപ്പൂരുള്ള കപാലീശ്വര ടെമ്പിളിലാണ് കേട്ടോ. ശിവ ടെമ്പിൾ ആണ്. അങ്ങനെ ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ പോവാണ്. പക്ഷെ ഇപ്പൊ കാണുമ്പോഴേക്കും നട്ടുച്ച പോലെ ഇരിക്കണില്ലേ, പക്ഷെ 6:30 മണിയായിട്ടുള്ളൂ. ആറരയാകുമ്പോഴേക്കും എന്നെ കൊതിച്ചു വന്നു. ഞങ്ങൾ 5 മണിക്ക് എണീറ്റിട്ടോ. 5 മണിക്ക് എണീറ്റപ്പോൾ ഭയങ്കര വെളിച്ചം. നമ്മളവിടൊക്കെ ഒരു 6:00 6:30 ആകുമ്പോൾ തന്നെ ഒരു തണുപ്പ്, ഒരു പ്രത്യേക സുഖല്ലേ. പക്ഷെ ഇവിടെ ആയപ്പോഴേ കണ്ടില്ലേ, രാവിലെ ആയപ്പോൾ അതിന് വേർത്ത് കുളിച്ചു ഗൈസ്. അപ്പൊ ആ കാണുന്നതാണ് നമ്മളെ കപാലീശ്വര ടെമ്പിൾ കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്നത് ഊബറിനാണ്. ഊബറിന് വന്ന് നേരെ അങ്ങ് ഇറങ്ങുവാണ്. ഇറങ്ങി അങ്ങനെ അങ്ങ് നടക്കുക. പക്ഷെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴും പൂജാരി ഒന്നും എത്തിയിട്ട് ചേട്ടോ. നമ്മളവിടെ 6 മണി 6:30 ആകുമ്പോൾ തന്നെ അത്യാവശ്യം പൂജയും കാര്യങ്ങളും കഴിഞ്ഞ് ആൾക്കാർ പോക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. പ്രാർത്ഥനയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ വന്ന് തുടങ്ങുമ്പോൾ തന്നെ 7:30 8 മണിയായിരിക്കും. ഇതൊരു 10 മണി 10:30 മണി വരെയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. നമ്മളോടൊപ്പം 10 മണിയൊക്കെ ആകുമ്പോൾ നട അടയ്ക്കാൻ തുടങ്ങും. ഇവിടെ 10 മണിക്ക് നട തുറക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പൂജയ്ക്ക് കുറച്ച് പൂക്കളും വാങ്ങിക്കൊണ്ട് നമ്മൾ വന്നിട്ട്, പിന്നെ വേറൊരു കാര്യം, ഇവിടെ തന്നെ ഒരു കട ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാവേ. അല്ല വഴിയെ ആ വരും ഒരു കട ചെരുപ്പ് കാണിച്ചു തരാം. നിങ്ങൾ ചെരുപ്പിടായിരുന്നു. റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണണം, അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കണം. അതൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത് എനിക്ക് വന്നിട്ടുള്ളത്. പേടി അങ്ങനെ ഇവിടെ നല്ലോണം ചെരുപ്പ് ഇടണം. ചെരുപ്പ് ഇടാൻ വന്നപ്പോൾ ശിവാനിക്ക് ഭയങ്കര ടെൻഷൻ. അവളെ ചെരുപ്പ് പുതിയതാണ് ഗൈസ്. നേരമായി തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് കിട്ടില്ല എന്നുള്ള ടെൻഷനൊക്കെ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ ചെരുപ്പ് ഊരിട്ട് നേരെ ഉള്ളിലോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു തവണ ഞാനും, അന്ന് ശിവാനില്ല, ഞാനും അശ്വതേച്ചി വേറെ 2 3 കുട്ടികളും കൂടെ വന്നത്. അപ്പോൾ ഉണ്ടായിട്ടൊന്നുമില്ല ഇത്തവണ ഇവിടെ അശ്വതേച്ചി വീട്ടിൽ പറയാണ്ടിരിക്കും. പോയി, അല്ല ഞാനും ഞാൻ ഒരു ശിവാനിയും പ്രാവശ്യം കൂടെയാണ് വന്നത് വന്നപ്പോഴില്ലേ കേട്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഉള്ളിലോട്ട് പെണ്ണിന്റെ അങ്ങ് ഇതുപോലെ ചെരുപ്പ് കയറുവാണ്. കാണാണ്ട് ഇനി അവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ കേട്ടോ. പക്ഷെ നമ്മൾ അവിടുത്തെ അമ്പലത്തിൻ്റെ ഒരു സെറ്റപ്പ് ആ ഒന്നുമില്ല ഇതിനുള്ളിൽ ഗൈസ്. ഇതിനുള്ളിൽ കാണുമ്പോൾ പറ്റും. വലിയ സംഭവമൊക്കെ തന്നെയാണ്. പക്ഷെ എന്തോ നമ്മളവിടെ വേറൊരു വൈബ്, ഇവിടെ വേറൊരു വൈബ്, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളത് കേട്ടോ ഓരോരോ ഭാഗത്തൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇനിയും ഓരോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൂജിക്കാനുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ കൊടുക്കണം. ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആരും കാണാതെ കേട്ടോ. ഇടക്കും തലക്കൊക്കെ ഈ വീഡിയോ എടുക്കണവും ഫോട്ടോ എടുക്കണമൊക്കെ കേട്ടോ. അങ്ങനെ കുറേ കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ഇതിന് മുന്നേ കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ വന്നു നേരത്തെ പോവുകയും ചെയ്തു. ഇതിപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ച് ഇറങ്ങിയോണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം നമുക്ക് അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ. അത്യാവശ്യം നന്നായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ആരും കാണാതെ പിന്നെ അവിടെയൊക്കെ നടന്ന് കുറേ കാണാനൊക്കെ പറ്റിയിട്ടോ. ഇതെന്നാണ് സ്ക്രീനിൽ എന്നാ സ്ക്രീനിലാവോ ഉണ്ട് അവിടെ അവിടെ. அதனால அதை நம்ம கேட்டுடலாம். നമ്മൾ ജനൽക്കട തെരഞ്ഞുള്ള പോക്കാട്ടോ. അവിടെ ആട്ടോ അതാ അതാ റൈറ്റ് സൈഡിൽ അതാ. കേട്ടോ അപ്പോൾ ഗൈസ് തെരഞ്ഞ് വന്ന് ജനൽക്കടൻ്റെ അവിടെ എത്തി ഗൈസ്. എന്നല്ല